ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും ചാരന്മാരെക്കുറിച്ചുള്ള നിരവധി പ്രശസ്തമായ കഥകളുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ധൈര്യവും ബുദ്ധിശക്തിയും കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച ഒരു ചാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് രവീന്ദ്ര കൗശിക്. അദ്ദേഹം വളരെ ബുദ്ധിമാനും ധീരനുമായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി രഹസ്യമായി ജോലി ചെയ്യുന്നതിനിടയിൽ വർഷങ്ങളോളം അദ്ദേഹം പാകിസ്ഥാനിൽ താമസിച്ചു. രഹസ്യ വിവരങ്ങൾ ശേഖരിച്ചു. ഇന്ത്യയിലേക്ക് അത് അയച്ചു. പാകിസ്ഥാന്റെ മേജറായി പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യയെ സഹായിച്ചു. അദ്ദേഹം കാരണം അപകടകരമായ നിരവധി പദ്ധതികൾ പാകിസ്ഥാൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യക്ക് നിർത്താൻ സാധിച്ചു. തന്റെ വ്യക്തിത്വം മറച്ചുവെക്കുന്നതിൽ അദ്ദേഹം വളരെ മിടുക്കനായിരുന്നു. ഒരു പാകിസ്ഥാൻ സ്ത്രീയെ വിവാഹം കഴിക്കുകയും താൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് ആരും കണ്ടെത്താതെ അവിടെ താമസിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിൽ വളരെയധികം മതിപ്പുളവാക്കി. അദ്ദേഹത്തിന് ബ്ലാക്ക് ടൈഗർ എന്ന പ്രത്യേക പേരും നൽകി. രവീന്ദ്ര കൗശിക് 21 വയസ്സുള്ളപ്പോൾ ഇന്ത്യയുടെ രഹസ്യ ഏജൻസിയായ റോയിൽ ചേർന്നു. തന്റെ രാജ്യത്തിനു വേണ്ടി അദ്ദേഹം തന്റെ പേരും മതവും ദേശീയതയും പോലും മാറ്റി. അദ്ദേഹം പാകിസ്ഥാനിൽ വർഷങ്ങളോളം ജോലി ചെയ്തിരുന്നു. പക്ഷേ 1983 പാകിസ്ഥാൻ സൈന്യം അദ്ദേഹത്തെ പിടികൂടി. ഏകദേശം 18 വർഷം ജയിലിൽ കിടത്തി അവർ അദ്ദേഹത്തെ പീഡിപ്പിച്ചു. പക്ഷെ അദ്ദേഹം ഒരിക്കലും ഇന്ത്യയുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയില്ല. വർഷങ്ങളുടെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ അദ്ദേഹം പാകിസ്ഥാൻ ജയിലിൽ മരിച്ചു. രവീന്ദ്ര കൗശികിന്റെ ജീവിതം ഒരു യഥാർത്ഥ സിനിമ പോലെയായിരുന്നു. അദ്ദേഹം ശത്രു രാജ്യത്ത് പ്രവേശിച്ചു, അവർക്കിടയിൽ ജീവിച്ചു, അവർക്കെതിരെ സ്വന്തം പദ്ധതികൾ ഉപയോഗിച്ചു. 1952 ഏപ്രിൽ 11 രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിലെ ഒരു പഞ്ചാബി കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അച്ഛൻ ഒരു വ്യോമസേന ഉദ്യോഗസ്ഥനായിരുന്നു. അതിനാൽ രവീന്ദ്ര ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും കഥകൾ കേട്ടാണ് വളർന്നത്. അദ്ദേഹത്തിന് വെറും 13 വയസ്സുള്ളപ്പോൾ 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ഗ്രാമം അതിർത്തിയോട് അടുത്തായതിനാലും അച്ഛൻ വ്യോമസേനയിലായിരുന്നതിനാലും യുദ്ധത്തെക്കുറിച്ച് അദ്ദേഹം ധാരാളം കാര്യങ്ങൾ പഠിച്ചു. 6 വർഷങ്ങൾക്ക് ശേഷം 1971 സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മറ്റൊരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചു. ഇത് രവീന്ദ്രയെ തന്റെ രാജ്യത്തെ സേവിക്കാൻ കൂടുതൽ പ്രചോദിപ്പിച്ചു. ബികോം പഠിക്കാൻ അദ്ദേഹം ST ബിഹാനി PG കോളേജിൽ ചേർന്നു. പഠിക്കുമ്പോൾ അഭിനയത്തിലും സംവാദത്തിലും അദ്ദേഹത്തിന് വലിയ താല്പര്യം തോന്നി. നാടക സംഘത്തിൽ ചേരുകയും കോളേജിനകത്തും പുറത്തും നിരവധി നാടകങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും ശൈലിയും അദ്ദേഹം പോകുന്നിടത്തെല്ലാം അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി. ബികോമിന് പഠിക്കുമ്പോൾ ഒരിക്കൽ ലക്നൌവിൽ നടന്ന ദേശീയ നാടകോത്സവത്തിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിന് ഒരു അവസരം ലഭിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷം ചെയ്യാൻ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ കോളേജ് ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് ഒരു മോണോ ആക്ട് നാടകം അവതരിപ്പിച്ചു. ഒരു ഓപ്പറേഷനിൽ ചൈനീസ് പട്ടാളക്കാർ പിടികൂടിയ ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥനായി അദ്ദേഹം അഭിനയിച്ചു. പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷവും തന്റെ രാജ്യത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പറയാൻ അദ്ദേഹം വിസമ്മതിച്ചു. അദ്ദേഹത്തിന്റെ അഭിനയം വളരെ ശക്തമായിരുന്നു. കാണികളുടെ ശ്രദ്ധ മറ്റെങ്ങും പോകാത്ത വിധത്തിലായിരുന്നു പ്രകടനം. ആ ദിവസം അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിച്ചു. ചില ഗവേഷണ വിശകലന വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർ സദസ്സിലുണ്ടായിരുന്നു. അവർ ഒരു രഹസ്യ ദൗത്യത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ അവർ വളരെയധികം മതിപ്പുളവാക്കി. നാടകത്തിന് ശേഷം ഇന്ത്യക്ക് വേണ്ടി ഒരു ഇന്റലിജൻസ് ഏജന്റായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസരം നൽകാൻ അവർ തീരുമാനിച്ചു. ആ സമയത്ത് ഇന്ത്യക്ക് ഒരു പടി മുന്നിൽ നിൽക്കാൻ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാൻ പാകിസ്ഥാനിലേക്ക് ഏജന്റുമാരെ അയക്കുമായിരുന്നു. അവർ പ്രത്യേകമായ ഒരാളെ തിരയുകയായിരുന്നു. ധീരനും ബുദ്ധിമാനും കഴിവുള്ളവനുമായ ഒരാൾ. രവീന്ദ്രൻ ആ ജോലിക്ക് തികച്ചും അനുയോജ്യനായിരുന്നു. ജോലിയും അപകടങ്ങളും ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. അദ്ദേഹം സമ്മതിച്ചാൽ അദ്ദേഹത്തിന്റെ ജീവൻ എപ്പോഴും അപകടത്തിലായിരിക്കുമെന്നും അദ്ദേഹത്തിന്റെ ത്യാഗം എന്നേക്കുമായി അജ്ഞാതമായി തുടരുമെന്നും അവർ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ രവീന്ദ്ര എപ്പോഴും തന്റെ രാജ്യത്തിനായി വലിയ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിനാൽ അദ്ദേഹം ഉടൻ തന്നെ സമ്മതം മൂളി. 1973 ബികോം പൂർത്തിയാക്കിയ ശേഷം ഡൽഹിയിൽ ജോലി ലഭിച്ചതായി പിതാവിനോട് കള്ളം പറഞ്ഞു. വാസ്തവത്തിൽ അദ്ദേഹം റോയിൽ ചേരുകയായിരുന്നു. 2 വർഷത്തെ പരിശീലനം അദ്ദേഹത്തിന് ലഭിച്ചു. പാകിസ്ഥാനിൽ വളരെ കാലം താമസിക്കേണ്ടി വരും എന്നതിനാൽ സ്ഥലങ്ങൾ, സംസ്കാരം, വസ്ത്രം, ഭാഷ എന്നിവയെക്കുറിച്ചുള്ള എല്ലാം അദ്ദേഹത്തെ പഠിപ്പിച്ചു. രവീന്ദ്രന് പഞ്ചാബി ഇതിനകം അറിയാമായിരുന്നു. അതിനാൽ അവർ അദ്ദേഹത്തെ ഉറുദു പഠിപ്പിച്ചു. ഇസ്ലാമിക ആചാരങ്ങളും നമസ്കാരം എങ്ങനെ ചെയ്യണമെന്നും ഖുറാൻ വാക്യങ്ങളും അദ്ദേഹത്തെ പഠിപ്പിച്ചു. പിന്നീട് സംശയപ്പെടാതിരിക്കാൻ അദ്ദേഹം പരിച്ഛേദനയ്ക്ക് വിധേയനായി. അദ്ദേഹത്തിന്റെ എല്ലാ ഇന്ത്യൻ രേഖകളും മായ്ച്ചു. അദ്ദേഹത്തിന് ഒരു പുതിയ ഐഡന്റിറ്റി നൽകി. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നിന്നുള്ള നബി അഹമ്മദ് ഷാക്കീറായി അദ്ദേഹം മാറി.
പാകിസ്ഥാനിലേക്ക് സ്ഥിരമായി അയക്കുന്നതിന് മുമ്പ് ദുബായ്, അബുദാബി, സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്ക് അയച്ചുകൊണ്ട് റോ അദ്ദേഹത്തെ പരീക്ഷിച്ചു. അദ്ദേഹം പാകിസ്ഥാനികളുമായി സൗഹൃദം സ്ഥാപിക്കുകയും നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ജോലി വളരെ മികച്ചതായതിനാൽ 1975 അദ്ദേഹത്തെ പാകിസ്ഥാനിലേക്ക് സ്ഥിരമായി അയക്കാൻ റോ തീരുമാനിച്ചു. അവിടെ രഹസ്യമായി താമസിച്ച് ഇന്ത്യയിലേക്ക് പ്രധാനപ്പെട്ട വിവരങ്ങൾ അയക്കുക എന്നതായിരുന്നു ജോലി. 1977 പാകിസ്ഥാന്റെ ജനറൽ സിയ ഉൽ ഹഖ് അധികാരത്തിൽ വന്നു. അദ്ദേഹം മറ്റൊരു യുദ്ധം ആരംഭിച്ചേക്കുമെന്ന് ഇന്ത്യ ഭയപ്പെട്ടു. പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ റോ എല്ലാ ഏജന്റുമാരോടും ആവശ്യപ്പെട്ടു. രഹസ്യ ജോലിക്കൊപ്പം രവീന്ദ്ര കറാച്ചി സർവകലാശാലയിലും പഠിച്ചു. LLB ബിരുദവും നേടി. കൂടുതൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിൽ ചേരാൻ അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ വേരിഫിക്കേഷനിൽ പിടിക്കപ്പെടുമെന്ന ഭയന്ന് റോ വിസമ്മതിച്ചു. എന്നിരുന്നാലും ഒരു ദിവസം സൈന്യത്തിൽ ചേരണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. രവീന്ദ്ര കൗശിക് ഒരിക്കലും തന്റെ ദൗത്യം ഉപേക്ഷിച്ചില്ല. പാകിസ്ഥാൻ സൈന്യത്തിൽ ജോലി ഒഴിവുണ്ടാകുമ്പോഴെല്ലാം അദ്ദേഹം തന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ഒരിക്കൽ സൈന്യത്തിന്റെ അക്കൗണ്ട്സ് വകുപ്പിൽ ഒരു ഒഴിവുണ്ടായിരുന്നു. റോ അദ്ദേഹത്തിന് അപേക്ഷിക്കാൻ അനുവദിച്ചു. ആദ്യ ശ്രമത്തിൽ തന്നെ അദ്ദേഹം പരീക്ഷ പാസ്സാവുകയും പാകിസ്ഥാൻ സൈന്യത്തിന്റെ അക്കൗണ്ട്സ് വകുപ്പിൽ കമ്മീഷൻഡ് ഓഫീസറായി മാറുകയും ചെയ്തു. ഈ സ്ഥാനത്ത് നിന്ന് സൈനിക നീക്കങ്ങൾ, ഓഫീസർ പോസ്റ്റിംഗുകൾ, ആയുധങ്ങൾ വഹിക്കുന്ന ട്രെയിനുകൾ തുടങ്ങിയ പ്രധാനപ്പെട്ട രഹസ്യ വിവരങ്ങൾ ഇന്ത്യയിലേക്ക് അയക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അക്കാലത്ത് ആശയവിനിമയ സാങ്കേതിക വിദ്യ പുരോഗമിച്ചിരുന്നില്ല. അതിനാൽ അദ്ദേഹത്തിന്റെ ജോലി വളരെ അപകട സാധ്യത ഉള്ളതായിരുന്നു. വിവരങ്ങൾ അയക്കാൻ അദ്ദേഹം തപാൽ സംവിധാനം ഉപയോഗിച്ചു. അദൃശ്യമായ മഷിയിൽ അദ്ദേഹം വിശദാംശങ്ങൾ എഴുതി. അതൊരു സാധാരണ കത്ത് പോലെയാക്കി. അത് കുവൈറ്റിലേക്കോ ദുബായിലേക്കോ അയച്ചു. അവിടെ നിന്ന് ഇന്ത്യൻ ഏജന്റുമാർ അത് ഇന്ത്യയിലേക്ക് അയച്ചു. ചിലപ്പോൾ വിവരങ്ങൾ എത്താൻ ആഴ്ചകളോ മാസങ്ങളോ എടുത്തു. സംശയം ഒഴിവാക്കാൻ അദ്ദേഹം പാകിസ്ഥാനിലെ ആളുകളുമായി നന്നായി ഇടപഴകി. അദ്ദേഹത്തിന്റെ അഭിനയ വൈദഗ്ധ്യം തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി മറയ്ക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹത്തിന്റെ നല്ല പെരുമാറ്റം സഹപ്രവർത്തകരുടെ വിശ്വാസം നേടി. തന്റെ പാകിസ്ഥാൻ ഐഡന്റിറ്റി കൂടുതൽ ശക്തമാക്കാൻ അദ്ദേഹം തന്റെ വകുപ്പിലെ ഒരു തയ്യൽക്കാരന്റെ മകളായ അമാനത്ത് നബിയെ വിവാഹം കഴിച്ചു. അവർക്ക് അരീബ് എന്നൊരു മകനുണ്ടായിരുന്നു. ഭാര്യയ്ക്കും മകനും പോലും അദ്ദേഹം യഥാർത്ഥത്തിൽ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇന്ത്യയെ സഹായിക്കുന്നത് തുടർന്നു. ഒപ്പം പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരെയും അത്ഭുതപ്പെടുത്തി. താമസിയാതെ അദ്ദേഹത്തിന് മേജറായി സ്ഥാനക്കയറ്റം ലഭിച്ചു. ഇത് അദ്ദേഹത്തിന് ഉന്നത ഉദ്യോഗസ്ഥരെയും ചിലപ്പോൾ ISI അംഗങ്ങളെയും സമീപിക്കാൻ അവസരം നൽകി. പാകിസ്ഥാന്റെ സൈനിക പദ്ധതികളെക്കുറിച്ചുള്ള അതീവ രഹസ്യ വിവരങ്ങൾ അദ്ദേഹം നേടുകയും അത് റോയിലേക്ക് അയക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ രഹസ്യാന്വേഷണം കാരണം പ്രത്യേകിച്ച് രാജസ്ഥാൻ അതിർത്തിയിലൂടെയുള്ള നിരവധി പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഇന്ത്യ തടഞ്ഞു. പാകിസ്ഥാൻ എന്തെങ്കിലും ആസൂത്രണം ചെയ്യുമ്പോഴെല്ലാം ഇന്ത്യ ഒരു പ്രതിരോധ പദ്ധതിയുമായി തയ്യാറായിരുന്നു. അദ്ദേഹത്തിന്റെ വർഷങ്ങളുടെ കഠിനാധ്വാനം അദ്ദേഹത്തെ റോയുടെ ഏറ്റവും വിലപ്പെട്ട ഏജന്റുമാരിൽ ഒരാളാക്കി. 1979 അദ്ദേഹത്തിന്റെ പങ്ക് കൂടുതൽ പ്രാധാന്യമർഹിച്ചു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ 20,000 ഇന്ത്യൻ സൈനികരെ രക്ഷിച്ചു. തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്താതെയാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്തത്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ പ്രശംസിച്ചു. അവർ അദ്ദേഹത്തിന് ബ്ലാക്ക് ടൈഗർ എന്ന പേര് നൽകി. അതിനുശേഷം അദ്ദേഹം ആ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പാകിസ്ഥാനിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം 3-4 തവണ ഇന്ത്യ സന്ദർശിച്ചു. റോ അദ്ദേഹത്തെ ആദ്യം ദുബായിലേക്ക് കൊണ്ടുവന്ന് ഡൽഹിയിലേക്കുള്ള യാത്ര ക്രമീകരിക്കും. ദുബായിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം തന്റെ കുടുംബത്തിന് കത്തുകൾ എഴുതി. പാകിസ്ഥാനിൽ 6 വർഷം കഴിഞ്ഞപ്പോൾ തന്റെ ഇളയ സഹോദരന്റെ വിവാഹം വരുന്നുണ്ടെന്ന് അദ്ദേഹം കേട്ടു. പങ്കെടുക്കാൻ ആഗ്രഹിച്ചതിനാൽ ഉംറയ്ക്കായി സൗദി അറേബ്യയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അവർ അദ്ദേഹത്തിന് ദീർഘകാല അവധി നൽകി. തുടർന്ന് റോ സൗദിയിൽ നിന്ന് ദുബായിലേക്കും ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്കുമുള്ള യാത്ര ക്രമീകരിച്ചു. അദ്ദേഹം ദുബായിൽ നിന്ന് കുടുംബത്തിനായി സമ്മാനങ്ങൾ വാങ്ങി. അദ്ദേഹത്തിന്റെ വരവ് വിവാഹ ആഘോഷങ്ങളെ കൂടുതൽ സന്തോഷകരമാക്കി. എന്നാൽ വിവാഹം കഴിക്കാൻ കുടുംബം അദ്ദേഹത്തെ നിർബന്ധിക്കാൻ തുടങ്ങി. തുടർന്ന് താൻ ഇതിനകം അമാനത്തിന് വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. നേരത്തെ അറിയിക്കാത്തതിൽ മാതാപിതാക്കൾ അസ്വസ്ഥരായി. 1981 രവീന്ദ്ര കൗശിക് തന്റെ കുടുംബത്തെ അവസാനമായി കണ്ടത്. സഹോദരന്റെ വിവാഹത്തിൽ പങ്കെടുത്ത അദ്ദേഹം പിന്നീട് പാകിസ്ഥാനിലേക്ക് മടങ്ങി. രഹസ്യ ജോലി തുടർന്നു. വർഷങ്ങളോളം അദ്ദേഹം ഇന്ത്യയുടെ ചാരനായി ജോലി ചെയ്യുകയും പാകിസ്ഥാന്റെ ആണവ നിലയത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ റോയ്ക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ പാകിസ്ഥാൻ സൈന്യവും ISIയും അകത്ത് ആരോ രഹസ്യങ്ങൾ ചോർത്തുന്നുണ്ടെന്ന് സംശയിക്കാൻ തുടങ്ങി. അവർ രേഖകൾ പരിശോധിച്ചപ്പോൾ രവീന്ദ്രയ്ക്ക് പാകിസ്ഥാനിൽ ബന്ധുക്കളില്ലെന്ന് കണ്ടെത്തി.
അപകടമുണ്ടെന്ന് രവീന്ദ്രയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ അദ്ദേഹം തന്റെ ജോലി തുടർന്നു. 1983 ആയപ്പോഴേക്കും ഇന്ത്യയെ സഹായിക്കാൻ അദ്ദേഹം 8 വർഷം പാകിസ്ഥാനിൽ ചെലവഴിച്ചിരുന്നു. ആ വർഷം റോ മറ്റൊരു ഏജന്റായ ഇനായത്ത് മസീഹിനെ രവീന്ദ്രയെ കാണാൻ അയച്ചു. ഇനായത്ത് പാകിസ്ഥാനിൽ പ്രവേശിച്ചു. പക്ഷേ പാകിസ്ഥാൻ ഇന്റലിജൻസ് പിടികൂടി അദ്ദേഹത്തെ കഠിനമായി പീഡിപ്പിച്ചു. ആദ്യം അദ്ദേഹം പിടിച്ചു നിന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം എല്ലാ രഹസ്യ പ്രവർത്തനങ്ങളും വെളിപ്പെടുത്തുകയും പാകിസ്ഥാൻ ആർമി മേജർ നബി അഹമ്മദ് ഷാക്കിർ യഥാർത്ഥത്തിൽ റോ ഏജന്റ് രവീന്ദ്ര കൗശിക് ആണെന്ന് അവരോട് പറയുകയും ചെയ്തു. പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പോയി. ഷാക്കീറിന് പാകിസ്ഥാനിൽ കുടുംബമില്ലെന്ന വസ്തുതയുമായി അവർ ഇതിനെ ബന്ധപ്പെടുത്തി. അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. പക്ഷെ അവർക്ക് അപ്പോഴും തെളിവ് ആവശ്യമായിരുന്നു. അതിനാൽ അവർ ഒരു കെണി ആസൂത്രണം ചെയ്തു. ഒരു പാർക്കിൽ രവീന്ദ്രയെ കാണാൻ അവർ ഇനായത്തിനെ വീണ്ടും അയച്ചു. അതൊരു സജ്ജീകരണമാണെന്ന് രവീന്ദ്രയ്ക്ക് അറിയില്ലായിരുന്നു. അദ്ദേഹം പാർക്കിൽ വന്ന് കാത്തിരുന്നു. ഇനായത്ത് എത്തി. അവർ സംസാരിക്കാൻ തുടങ്ങി. സമീപത്ത് ഒളിച്ചിരുന്ന പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ അവരെ വളഞ്ഞ് രവീന്ദ്രയെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ സിയാൽകോട്ട് ജയിലിലേക്ക് കൊണ്ടുപോയി. അവിടെ അദ്ദേഹത്തിന്റെ ജീവിതം നരകതുല്യമായി. 2 വർഷത്തേക്ക് അദ്ദേഹത്തെ മർദ്ദിച്ചു. ഇരുണ്ട ചെറിയ സെല്ലുകളിൽ അടച്ചു. ഐസിൽ കിടത്തി, പട്ടിണി കിടത്തി, വെള്ളം നിഷേധിച്ചു. ഇന്ത്യൻ സൈന്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ പാകിസ്ഥാനികൾ ശ്രമിച്ചു. പറഞ്ഞാൽ അദ്ദേഹത്തെ മോചിപ്പിക്കുമെന്ന് പോലും വാഗ്ദാനം ചെയ്തു. പക്ഷേ രവീന്ദ്ര ഒരിക്കലും തന്റെ രാജ്യത്തെ വഞ്ചിച്ചില്ല. എല്ലാ പീഡനങ്ങളും അദ്ദേഹം സ്വീകരിച്ചു. ഒരു വിവരവും നൽകിയില്ല. 1985 അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു. പക്ഷെ പിന്നീട് പാകിസ്ഥാൻ സുപ്രീം കോടതി അത് ജീവപര്യന്തം തടവാക്കി മാറ്റി. സിയാൽകോട്ട്, കോട്ട് ലഖ്പത്ത്, മിയാൻവാലി എന്നിവയുൾപ്പെടെയുള്ള വ്യത്യസ്ത ജയിലുകളിൽ അദ്ദേഹത്തെ പാർപ്പിച്ചു. വർഷങ്ങൾ കടന്നുപോയി. പീഡനം ഒരിക്കലും അവസാനിച്ചില്ല. പക്ഷേ രവീന്ദ്രയുടെ ധൈര്യവും ഒരിക്കലും തകർന്നില്ല. അവസാനം വരെ അദ്ദേഹം ഇന്ത്യയോട് വിശ്വസ്തത പുലർത്തി. രവീന്ദ്ര കൗശിക് വർഷങ്ങളോളം പാകിസ്ഥാൻ ജയിലിൽ കിടന്നു, പീഡിപ്പിക്കപ്പെട്ടു. പക്ഷേ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു രഹസ്യവും അദ്ദേഹം ഒരിക്കലും വെളിപ്പെടുത്തിയില്ല. ഇന്ത്യൻ സർക്കാർ തന്നെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം എപ്പോഴും വിശ്വസിച്ചിരുന്നു. മുൻകാലങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനും പിടികൂടിയ ഏജന്റുമാരെ പരസ്പരം കൈമാറിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കേസിൽ വളരെ കാലമായി ഒന്നും തന്നെ സംഭവിച്ചില്ല. എങ്ങനെയോ ജയിലിൽ നിന്ന് തന്റെ കുടുംബത്തിന് രഹസ്യമായ കത്തുകൾ അയക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഈ കത്തുകളിലൂടെ അദ്ദേഹത്തിന്റെ കുടുംബം സത്യം മനസ്സിലാക്കി. അദ്ദേഹം ദുബായിലല്ല, മറിച്ച് വർഷങ്ങളോളം പാകിസ്ഥാനിൽ ഒരു രഹസ്യ ഇന്ത്യൻ ഏജന്റായി താമസിക്കുന്നു. അദ്ദേഹത്തെ രക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബം ഇന്ത്യൻ സർക്കാരിനോട് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. ഇത് അദ്ദേഹത്തിന്റെ പിതാവിന് വലിയ ഞെട്ടലുണ്ടാക്കി. താമസിയാതെ ഹൃദയാഘാതം മൂലം മരിച്ചു. കാലക്രമേണ ഇന്ത്യയിലെ കൂടുതൽ ആളുകൾ രവീന്ദ്രയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കത്തുകളിലൂടെ അറിഞ്ഞു. പക്ഷെ അപ്പോഴും സർക്കാർ ഒന്നും ചെയ്തില്ല. സ്വന്തം രാജ്യം തന്നെ ഉപേക്ഷിച്ചുവെന്ന് അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങി. ഒരു കത്തിൽ അദ്ദേഹം എഴുതി, ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിനായി എല്ലാം ത്യജിക്കുന്ന ഒരാൾക്കുള്ള പ്രതിഫലമാണോ ഇത്? രവീന്ദ്ര ഏകദേശം 18 വർഷം ജയിലിൽ കിടന്നു. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കഷ്ടപ്പെട്ടു. പീഡനം കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ മോശമായി. ക്ഷയം, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾ പിടിപെട്ടു. കുടുംബം അദ്ദേഹത്തിന് മെച്ചപ്പെട്ട ചികിത്സ ആവശ്യപ്പെട്ടു. പക്ഷേ അതും നൽകിയില്ല. മറ്റൊരു കത്തിൽ അദ്ദേഹം എഴുതി, ഞാൻ ഒരു അമേരിക്കക്കാരനായിരുന്നെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ എന്നെ മോചിപ്പിക്കുമായിരുന്നു. ഇതെഴുതി വെറും 3 ദിവസത്തിന് ശേഷം 2001 നവംബറിൽ പാകിസ്ഥാനിലെ മിയാൻവാലി ജയിലിൽ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ മൃതദേഹം ഒരിക്കലും ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്നില്ല. പാകിസ്ഥാനിലെ മുൾട്ടാനിലെ ഒരു ജയിലിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു. അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനാണെന്ന് ഇന്ത്യൻ സർക്കാർ ഒരിക്കലും ഔദ്യോഗികമായി അംഗീകരിച്ചില്ല. പണമല്ല, രാജ്യത്തിനായുള്ള അദ്ദേഹത്തിന്റെ സേവനത്തിന് അംഗീകാരം മാത്രമാണ് വേണ്ടതെന്ന് അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ പറഞ്ഞു. യൂണിഫോമിലുള്ള സൈനികർക്ക് ബഹുമാനം ലഭിക്കുമെന്നും എന്നാൽ ജീവൻ പണയപ്പെടുത്തുന്ന രഹസ്യ ഏജന്റുമാർക്ക് ബഹുമാനം ലഭിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സത്യം, ചാരവൃത്തിയുടെ ലോകത്ത് ഒരിക്കൽ പിടിക്കപ്പെട്ടാൽ ഒരു ചാരന് ഒരു രാജ്യവുമില്ല. അവർ രാജ്യത്തിനു വേണ്ടി ജീവൻ നൽകിയാലും അവരെ അംഗീകരിക്കണമെന്നുമില്ല. വർഷങ്ങൾക്ക് ശേഷം സർക്കാർ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു ചെറിയ പെൻഷൻ നൽകി. അത് അദ്ദേഹത്തിന്റെ അമ്മയുടെ മരണം വരെ തുടർന്നു. അതിനുശേഷം അത് നിർത്തിവെച്ചു. എന്നിട്ടും രവീന്ദ്രൻ തങ്ങളുടെ ഏജന്റാണെന്ന് സർക്കാർ ഒരിക്കലും ഔദ്യോഗികമായി സമ്മതിച്ചില്ല. റോമിയോ അക്ബർ വാൾട്ടർ, ഏക്ത ടൈഗർ തുടങ്ങിയ സിനിമകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ടു. ദി ബ്ലാക്ക് ടൈഗർ എന്ന പേരിൽ ഒരു പുതിയ സിനിമയും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സിനിമകളിലൂടെയും TV-യിലൂടെയും അദ്ദേഹത്തിന്റെ കഥ പ്രശസ്തമായെങ്കിലും അദ്ദേഹത്തിന് തന്റെ മാതൃരാജ്യത്തിന്റെ മണ്ണിലേക്ക് മടങ്ങാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ രാജ്യത്തിനു വേണ്ടി ജീവൻ നൽകിയ വീരന്മാരെക്കുറിച്ച് ആളുകൾ സംസാരിക്കുമ്പോഴെല്ലാം രവീന്ദ്ര കൗശികിന്റെ പേര് എപ്പോഴും ബഹുമാനത്തോടെ ഓർമ്മിക്കപ്പെടും. ശത്രുരാജ്യത്തിന്റെ സൈന്യത്തിൽ കയറിച്ചെന്ന്
അവരുടെ തന്നെ പദ്ധതികൾ തിരിച്ചടിച്ച് ആയിരക്കണക്കിന് ഇന്ത്യൻ സൈനികരുടെ ജീവൻ രക്ഷിച്ച ബ്ലാക്ക് ടൈഗർ. പക്ഷേ തൻ്റെ രാജ്യത്തിനു വേണ്ടി ജീവൻ പോലും ത്യജിച്ച ആളെ രാജ്യത്തിൻ്റെ തന്നെ മണ്ണിൽ അടക്കം ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. ഒന്നിന്മേലൊന്നായി വന്ന പീഡനങ്ങൾ സഹിച്ചിട്ടും തൻ്റെ അവസാന ശ്വാസം വരെ അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ ഒരു ഇന്ത്യനാണെന്ന്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രാജ്യത്തിനു വേണ്ടി ജീവൻ തന്ന ഒരു ഏജന്റിനെ പോലും ഔദ്യോഗികമായി അംഗീകരിക്കാത്തത് ഇന്ത്യയുടെ തെറ്റാണെന്ന്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ. ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ.